നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക വിജയം ഉണ്ടായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഇങ്ങനെ കടന്നു വന്ന രംഗം നമുക്ക് സീറാ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരു നാട് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കീഴടങ്ങാണ്. ഒരു നാട് മുഴുവൻ കീഴടങ്ങാണ്. ആ നാട് മുഴുവൻ കീഴടങ്ങുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വരുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഒരു രാജാവും ഒരു ജേതാവും ഒരു സൈന്യാധിപനും വരുന്ന തരത്തിലൊന്നും അല്ല. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയം കൊണ്ട് തല കുനിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്യുന്ന മൃഗത്തിന്റെ പുറത്ത് പ്രവാചകന്റെ തല തട്ടിപ്പോയി. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന്റെ സമയത്ത് മക്കയിലേക്ക് കടന്നു വരുന്നത്. ഇത് എന്ത് വ്യക്തിത്വമാണിത്? ലോകത്ത് ആർക്കാണ് ഇങ്ങനെ വരാൻ കഴിയുക? നമ്മൾ ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കിയ 10 വർഷത്തോളം നിരന്തരം ആ നാട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷവും യുദ്ധങ്ങൾ കൊണ്ട് പിന്തുടർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ, മുറിപ്പെടുത്തിയ, വേട്ടയാടിയ ഒരു ജനതക്കിടയിലേക്ക് അവരെ കീഴടക്കി, അവരെ നിലക്ക് നിർത്തി, അവരുടെ കയ്യിൽ നിന്ന് ആ നാട് സ്വന്തം കയ്യിലേക്ക് വന്ന് ഒരു ജേതാവിനെ പോലെ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ആ കടന്നു വരുമ്പോൾ ആഹ്ലാദാരവങ്ങളില്ല, അഹങ്കാരങ്ങളില്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനങ്ങളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുനിഞ്ഞ് വിനയം കൊണ്ട് അദ്ദേഹം അള്ളാഹുവിന് ശുക്ർ ചെയ്യാണ്. ഇത് എന്റേതല്ല, എനിക്കിതിലൊന്നുമില്ല, ഇത് അള്ളാഹു എനിക്ക് തന്നൊരു വിജയമാണ്, അതിൽ എനിക്ക് പേടി തോന്നുന്നു, കാരണം എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് കൂടുതലായി വിനയം കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരാർത്ഥത്തിൽ റുക്കൂലാവാണ്. അവിടെ ആ മക്കയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പോലും തല കുനിഞ്ഞു പോവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.